ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചായയെല്ലാം കുടിച്ച് ഇപ്പോൾ ചോറ് കഴിക്കാനായിരിക്കും അല്ലേ? വൈകുന്നേരത്തെ ചായയെല്ലാം കുടിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ റൂമിലാണുള്ളത്. ഈ 3 പേർക്കുള്ള സെറ്റാക്കിയിട്ടുണ്ട്. അമ്മേരത് അപ്പുറത്തെ റൂമിലാണ്. 3 പേർക്കുള്ളത് സെറ്റാക്കിയിട്ടുണ്ട്. കൈ കഴുകുന്നത്, പിന്നെ ബാത്റൂമെല്ലാം ഉണ്ട്. ഇടുന്ന റൂമിൽ ബാത്റൂമെല്ലാം ഉണ്ട്. പിന്നെ പുറത്ത് ആടെ മാത്രമേ ലൈറ്റുള്ളൂ. കുറച്ച് വൈകിപ്പോയി ഞങ്ങൾ വീഡിയോ എടുക്കാൻ. ഇവിടെ ഇരുട്ട്. ഇവിടെ ലൈറ്റില്ല. ഇവിടെ ബൾബ് ഇട്ടെങ്കിൽ എല്ലാവരും എടുത്തിട്ട് പോകുന്നു. എടുത്തിട്ട് പോകുന്നതൊന്നും കാണുന്നില്ല. അങ്ങനെ എല്ലാവരും എടുത്തിട്ട് പോകുന്നതുകൊണ്ട് നമ്മളെ റൂമിൽ മാത്രം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അമ്മ അപ്പുറത്ത് വെച്ച് ടി വി വെച്ചിട്ട് അമ്മ പറഞ്ഞു, ഞാൻ അപ്പുറത്ത് പോയിട്ട് ഞാൻ ഷാളിട്ടിന്. എനിക്കിന്നെ എന്തോ തോന്നി, ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സായതുകൊണ്ടാണ് ഞാൻ ഷാളിടാത്തത്. അപ്പോൾ വീട് നോക്കുമ്പോൾ എനിക്കിന്നെ എന്തോ ഒരു ബോറ് പോലെ തോന്നുന്നു. അതായത് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അങ്ങനെ ഞാൻ ഷാളിട്ടതാണ് വീട്ടിൽ നിന്ന്. പിന്നെ നമ്മളാരും ഷാളിടലില്ലല്ലോ. അപ്പോൾ വീഡിയോ ഒന്നും ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പന്തികേട് തോന്നുന്നു. അങ്ങനെ ഞാൻ ഷാളിട്ടു. നമ്മൾ ആശ്രമമെല്ലാം നടത്തുന്നതല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ നോക്കുമ്പോൾ എന്തോ ഒരു പോലെ തോന്നി. അങ്ങനെ ഞാൻ ഷാളിടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു തരണേ. പിന്നെ നമ്മൾ ഇത് 70 വരെയല്ലേ, അല്ല 80 വരെയല്ലേ പഠിച്ചത്. 71, 72, 81, 70 കഴിഞ്ഞാൽ 70ആണ്. അപ്പോൾ 70 നിന്ന് 80 വരെ ആയില്ലേ. അപ്പോൾ 81, 82, 83, 84, 85, 86, 87, 88, 89, 90. 90 കഴിഞ്ഞാൽ 90. നമ്മൾ 80, 80, 90 എന്നെല്ലാം പറയുന്നില്ലേ, അങ്ങനെ 90. 80 കഴിഞ്ഞിട്ട് 90 അല്ലേ, 90നെ 90 പറയുന്നത്. പിന്നെന്ത്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളെ ആശ്രമ റൂമാണിത്. ഞാൻ ആശ്രമ റൂം നമ്മൾ ഒരേ ലൈനിനാണ്. അപ്പോൾ പിന്നെ ഞാൻ തുടങ്ങിയതേലുള്ളൂ, 1 വർഷമാണ് അത്രയല്ലേ. അപ്പോൾ നമ്മൾ ബോർഡൊന്നും വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ബോർഡിനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അപ്പോൾ എല്ലാവരും അറിയുള്ളൂ. അപ്പോൾ പിന്നെ രണ്ടാവർ അടുത്ത മാസം വരുന്നത് പറഞ്ഞിന്. അറിയില്ല എങ്ങനെയെന്ന് ഒന്നും അറിയില്ല. അവർക്ക് പിന്നെ 2 ദിവസം, ആഴ്ചയിൽ 1 ദിവസം മീൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മീനോ ഇറച്ചിയോ. അപ്പോൾ പിന്നെ അമ്മ അത് കൂട്ടുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് വേറെ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആഴ്ചക്ക് 1 ദിവസം മീൻ ഇറച്ചി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് തരാമെന്ന് പറഞ്ഞു. അവർക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാനുള്ള ഒരു ഇതല്ലേ നമ്മളെ ജോലി. പിന്നെ അവരെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം. എനിക്ക് പണ്ടേ അമ്മമാരെ കുട്ടികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അവരെ പരിചരിക്കണം, അവരെ നോക്കണം.
അത് അവരെ ഇത് കുളിപ്പിക്കുന്നതിനോ ഇതാക്കുന്നതിനോ പണ്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. സ്കൂൾ പോയതിന് ശേഷം സ്കൂള് ബസ്സിൽ പോയിക്കൊണ്ടായിരുന്നു 15 വർഷമായി നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഗ്രീൻകുട്ടി. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ശീലമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇതെല്ലാം ഉണ്ട്. പിന്നെ അവിടുന്ന് പോയിട്ടെല്ലാം ഇങ്ങനെയെല്ലാം ഇടപെട്ട് ആളെല്ലാം ഇടപെട്ട് നല്ലൊരു ഇതായി. ഇപ്പോൾ എനിക്ക് അവരെ പ്രായമുള്ളവരെ കുളിപ്പിക്കാനും അവരെ ഛർദി എടുക്കാനും പിന്നെ അങ്ങനെ അവരെ എല്ലാ കാര്യങ്ങളും നോക്കാനൊന്നും എനിക്ക് വെറുപ്പൊന്നുമില്ല. നല്ല ഒരു അത് മനസ്സുമായിട്ട് പൊരുത്തപ്പെട്ടു. അപ്പോൾ അവരെ പരിചരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും വേണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയേണ്ടത്, ഈ വീഡിയോയിൽ കാണുന്നത്ര തടിയൊന്നുമില്ല. വീഡിയോയിൽ ക്യാമറയിൽ നമ്മളുള്ളതിനെക്കാട്ടി കുറച്ച് ഭംഗി കാണുമല്ലോ, ഉള്ളതുപോലെ അങ്ങനെ. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കേണ്ട ഒരുപാട് തടിയുണ്ട് എന്നല്ല. ഒരുപാട് തടിയൊന്നുമില്ല, സാധാരണ മീഡിയം തടിയാണ്. ഫോണിൽ ഇങ്ങനെ ഒരു തടി പോലെ കാണുന്നു. എനിക്കറിയില്ല എന്ത് സംഭവം. പിന്നെ അയ്യോ, പിന്നെന്ത് പറയേണ്ടത്, കർണാടക ഞാൻ എഴുതി വെച്ചിട്ടാണ്. ಊಟ ಮಾಡಿ ಆಯಿತಾ, ചോറ് കഴിച്ചിട്ടായ, ഇന്നെന്ത് കറിയെന്ന് ചോദിക്കുന്നു. ഇന്നെന്താ പദാർത്ഥ എന്ന് ചോദിക്കും. അപ്പം ഞങ്ങൾക്ക് ഇന്ന് പദാർത്ഥ വെണ്ടയ്ക്കായി പടവലങ്ങ പല്യ എന്ന് പറഞ്ഞാൽ വറവ്. പിന്നെ ഇന്ന് അപ്പുറത്തെ റൂമിൽ, ഇതിൻ്റെ അപ്പുറത്ത് തന്നെ റൂം ജ്യോതിസറാണ്, നല്ല ജ്യോതിസറാണ്. എല്ലാവർക്കും പിന്നെ ജ്യോതിസറെ കാണണമെന്നുണ്ടെങ്കിൽ വന്നോളൂ. വ്യാഴം തൊട്ട് ഞായർ വരെയുണ്ട്. പിന്നെ വിളിച്ചിട്ട് വരണം. എൻ്റെ നമ്പറിൽ വിളിച്ചാലും മതി, ഞാൻ പറഞ്ഞു തരാം ജ്യോതിസറുണ്ടോ ഇല്ലേന്ന്. എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ, അപ്പോൾ നമ്പർ പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ ബീഗ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ലോക്കുകളില്ലേ, ഇതിനെ കർണാടകത്തിൽ ബീഗ എന്ന് പറയും. അമ്മൻ്റെ ഇതെല്ലാം അമ്മൻ്റെതാണ്. അമ്മ ആശ്രമത്തിലേക്ക് ഫ്രീ തന്നതാണ്. ഇതും അത് തീർച്ചയായും അമ്മ ഇടുന്നില്ല, അമ്മ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ അമ്മ പറഞ്ഞു ഇത് ആശ്രമത്തിലേക്ക് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 2 അമ്മേരെ ഓർമ്മക്ക്. പിന്നെ അമ്മേരെ പഴയ ഫോണുണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല. അത് എന്ത് പറ്റിയത് പറഞ്ഞാൽ, ഞാനൊരു പെണ്ണുങ്ങളെ, ദേവകി അറിഞ്ഞ ഒരു പെണ്ണുങ്ങളെ ഇവിടുത്തെ അടുത്ത് തന്നെ അവരെ നിർത്തിയിട്ട് ഞാൻ പോയത്. 2 ദിവസം മാത്രം നിർത്തിയിട്ട് പോയപ്പോൾ അപ്പോൾ അമ്മ ഇങ്ങനെ കിരികിരിയാക്കുന്നുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലോ. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ആ പെണ്ണുങ്ങൾ അതെല്ലാം എന്നോട് വിളിച്ച് പറയും. അവിടെ നാട്ടിൽ പോയിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞ് ആ ദേഷ്യത്തിന് അമ്മേരെ ഇതില്ലേ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഫോണിട്ട് അമ്മേരെ ഫോണേ ഇല്ല. അങ്ങനെ വെള്ളമെല്ലാം കയറി അമ്മേരെ ഫോണും മോശമായി. അത് പിന്നെ വേറെ ഫോൺ വാങ്ങിയത് 1600 രൂപയ്ക്ക്. പിന്നെ അത് നമുക്ക് അത്ര പണ്ടത്തെ ഫോണ് കൈകാര്യം ശീലമായിട്ട് ഈ ഫോൺ അത്ര അറിയുന്നില്ല. അതേപോലത്തെ ഫോണില്ല, പക്ഷേ ആ ഫോണേ നമുക്ക് അത്ര അറിയുള്ളൂ. പിന്നെ എല്ലാം ശരിയാക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഫോൺ എല്ലാ സ്ഥലത്തും ഞാൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് എത്രയോ കടയിൽ പോയി, അതൊന്നും ശരിയാവില്ല. ആ ഫോൺ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മേരെ ഓർമ്മക്ക് വേണ്ടിയിട്ട്. എനിക്ക് ആ ഫോൺ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവമെല്ലാം ഉണ്ട്. എല്ലാവരും ക്ഷമയോടെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ക്ഷമ ഉണ്ടാവില്ല. ഒരു 10 പ്രാവശ്യം പറയുമ്പോൾ 4 പ്രാവശ്യം പറയുമ്പോൾ മടുക്കും. എല്ലാവർക്കും ഒരു തലക്ക് ഭ്രാന്ത് പോലെയാവും. അപ്പോൾ ഈ അമ്മമാരെ നോക്കണമെങ്കിൽ ഒരുപാട് ക്ഷമ വേണം.
ക്ഷമയും വേണം. ഒരുപാട് മനസ്സിൻ്റെ അകത്തുനിന്ന് വരേണ്ട ഒരു സ്നേഹമുണ്ട്. നമുക്ക് അവരെന്ത് പറയുമ്പോഴും തമാശയാണെന്നുള്ള രീതിയിലെടുക്കാൻ ഒരു അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രായമുള്ളവരെ നോക്കാൻ പറ്റൂ. ഇപ്പം ഒരു പെണ്ണുങ്ങളെ അയച്ചിട്ടുണ്ട്. നമ്മളൊരു ഓഫീസും ഉണ്ടല്ലോ, അങ്ങനെ ഒരു പെണ്ണുങ്ങളെ കാഞ്ഞങ്ങാട് കുറച്ച് പണം ആടെ ഒരു പെണ്ണുങ്ങളെ അയച്ചിട്ടുണ്ട് അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട്. 2 ദിവസം നിന്നു. 3-ാമത്തെ ദിവസം അവർ വന്നു. അവരെ പിന്നെ വേറൊരു സ്ഥലത്ത് അമ്മേനെ നോക്കാൻ, അവിടെ നിന്ന് ഒരാഴ്ച നിന്ന് പിന്നെയും വന്നു. പിന്നെ ഇപ്പോൾ വേറൊരു അമ്മ നോക്കിയിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ട് വെറുതെ കിരികിരിയാക്കുന്നു. ഞാൻ പറഞ്ഞു, ഇതിൽ കേട്ടിട്ട് ഇല്ല വീട്, കുറച്ച് ക്ഷമിച്ചിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും അമ്മമാരെ നോക്കാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക കഴിവ് വേണം. കഴിവ് മാത്രമല്ല, മനസ്സ് വേണം. നല്ലൊരു മനസ്സുള്ളവർക്ക് മാത്രമേ അമ്മേനെ ആത്മാർത്ഥമായിട്ട് നോക്കാൻ പറ്റൂ. ഇപ്പം നമ്മളിവിടെ 3 അമ്മമാരെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ജോലിക്കാരെ ഞാൻ എടുക്കും, ഒരു ജോലിക്കാരെ എൻ്റെ അടുത്ത് എടുക്കും. അമ്മേനെ ശ്രദ്ധിക്കാൻ മാത്രം, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അവരെ കുളിപ്പിക്കുന്നതും അവരെ നനക്കുന്നതും ഇവിടുത്തെ ക്ലീനാക്കുന്നതും എല്ലാം ഞാൻ ചെയ്യും. അത് എനിക്ക് ഭയങ്കര ക്ലീന് വേണം. പിന്നെ അവരെ നല്ല നോക്കണം എന്നുള്ള ഒരിതാണ്. അപ്പോൾ പിന്നെ അവരൊന്ന് നോക്കി, അവരങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒന്ന് നോക്കുന്നു, അത്രയില്ല. അവരുടെ ഭക്ഷണം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. എനിക്കെല്ലാം ജോലി ചെയ്യണം, ഒത്തിരി ജോലി ചെയ്യണം. ഞാനാണെങ്കിൽ വീഡിയോയിൽ തിരക്കുന്നത് കിട്ടി കുറച്ച് സമയം ഉണ്ടെങ്കിൽ ആ സമയത്തും കൂടി വീഡിയോ എടുക്കും. അപ്പോൾ നമുക്ക് അമ്മേരുടെ അടുത്ത് പോവാം. ഇത്രയും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നതാണ്. പിന്നെ അവിടെ TV വെച്ചിട്ടുണ്ടാവും, TV വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അമ്മേരുടെ അടുത്ത് പോവാം. చూస్తే జన్మ ధన్యం. శ్రీవారి సేవల్లో తోమల సేవ తప్పక దర్శించండి, సకల పాప విముక్తి పొందండి. ഇത് നമ്മളെ കൊട്ടാരം, നമ്മളെ കൊട്ടാരത്തിലേക്ക്. ഇപ്പം ഞാൻ ശനിയാഴ്ച ഇല കൊണ്ടത്, ശനിയാഴ്ച ഇല കൊണ്ടത് సమర్పిస్తున్న వారు తెనాలి డబ్ల్యూఎస్ గ్రూప్ నుంచి ఇప్పుడు టీడీహెచ్ ఫుడ్స్ కూడా రుచికరంగా ఉంటుంది, అనుబంధాన్ని పెంచుతుంది. The Ramaya Group of Institutions for Healthcare and Education in Bangalore. 500 వేడి అమ్మ. അമ്മേനെ കാണുന്നില്ല. നമുക്ക് കുറച്ച് സുഖമില്ല. ഹായ് മാಡು മമ്മി. അമ്മക്ക് കുറച്ച് സുഖമില്ല. എന്താ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ടുമ്പോൾ ദഹിക്കാത്തത് എന്തെന്നറിയാം. ഇങ്ങനെ ഓക്കെ, ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. നിങ്ങളെ പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണം. പിന്നെ നാളെ കാണാം. ബൈ ബൈ.